നമസ്തേ. പലപ്പോഴും ഈ സമൂഹം റിജക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥ പല ആളുകളും ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ബന്ധുക്കളായിരിക്കും, സുഹൃത്തുക്കളായിരിക്കും. എന്തു തന്നെയാണെങ്കിലും ഈ ലോകത്തിന്റെ റിജക്ഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. കാരണം പലപ്പോഴും ഈ റിജക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഐസൊലേഷൻ ഫേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒറ്റപ്പെടൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് പ്രപഞ്ചം നമ്മളെ കൂടുതൽ ശക്തമാകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതായിട്ടുള്ള ഒരു ഫേസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത് മുൻപുള്ള പല വീഡിയോകളിലൂടെ നമ്മൾ കണ്ടെത്തിയതാണ്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ നേട്ടങ്ങൾക്ക് മുൻപ് തീർച്ചയായിട്ടും ഒറ്റപ്പെട്ടതായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ്. ഇപ്പൊ നമ്മൾ പ്രസിദ്ധരായിട്ടുള്ള സയന്റിസ്റ്റുകളുടെയൊക്കെ കാര്യം എടുത്തു നോക്കുക. പലപ്പോഴും തോമസ് ആൽവ എഡിസനെ പോലെയൊക്കെയുള്ള സയന്റിസ്റ്റുകൾ ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് എക്സ്പെരിമെന്റ്സ്, അത് ട്രയൽ ആൻഡ് എററിൽ കൂടെ ഒരുപാട് പരാജയപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഫൈനലായിട്ടുള്ള ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ ഏതൊരു മനുഷ്യന്റെയും ഈ ഒറ്റപ്പെട്ട അവസ്ഥകളിൽ നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നതിന് പകരം നമ്മുടെ കർമ്മം കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയം ഉണ്ടാകും എന്നുള്ളതാണ്. പല ആളുകൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ റിസൾട്ടിനെ ഫോളോ ചെയ്യുകയാണ്. അത് പണമായിക്കോട്ടെ, മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, റിസൾട്ടിനെ ഫോളോ ചെയ്യുന്ന സമയത്ത് പല ആളുകളും യഥാർത്ഥത്തിൽ പണിയെടുക്കാനായിട്ട് മറന്നു പോവുകയാണ്. തങ്ങളുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് അധ്വാനിക്കുക, ആ അധ്വാനം ഉണ്ടാകുന്ന സമയത്ത് തന്നെ പണം അവരുടെ പിന്നാലെ എത്തുമെന്നുള്ള സത്യം പലരും മറന്നു പോവുകയാണ് എന്നുള്ളതാണ്. വിസ്മരിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആത്മീയ വളർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കുള്ള ഓവറോൾ ഗ്രോത്ത് തന്നെയാണ്. അങ്ങനെ ഒരു ഫുള്ളി ഫങ്ഷനിങ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ സ്പിരിച്വാലിറ്റി എന്നതുകൊണ്ട് നമ്മുടെ ഈ ചാനലിലൂടെ പലപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തെരഞ്ഞെടുക്കപ്പെടുക എന്ന് പറയുമ്പോൾ, പ്രപഞ്ചത്താൽ തെരഞ്ഞെടുക്കപ്പെടുമ്പം ഈ പറയുന്ന മറ്റുള്ളവരിൽ നിന്നുള്ള റിജക്ഷൻ, അതുപോലെ തന്നെ ഒറ്റപ്പെടലുകൾ ഉണ്ടാകുന്ന മുഹൂർത്തങ്ങളിൽ നമ്മൾ അധ്വാനിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇതൊരു ഉപദേശമല്ല. അതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ, അല്ലെങ്കിൽ പ്രപഞ്ചം തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തൊക്കെ അടയാളങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്, വൺസ് യു ആർ ചോസൺ, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്കത് ഫീൽ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ വളരെ ചുരുക്കി പ്രതിപാദിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് പ്രഷർ സഡൻലി കൂടുമെന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മർദ്ദം, ഏത് രീതിയിലുള്ള സമ്മർദ്ദം? പ്രഷർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉയർത്തപ്പെടുകയാണ്. ഹയർ പൊസിഷൻ, ഹയർ പവർ, ഹയർ കൺട്രോൾ നമ്മളിലേക്ക് വരികയാണ്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുമെന്നുള്ളതാണ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയാണ്. എക്സ്പെക്ടേഷൻസ് ഉയരും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ചുറ്റുമുള്ള സമൂഹമായിക്കോട്ടെ, നമ്മളെ അതുവരെ റിജക്റ്റ് ചെയ്തതായിട്ടുള്ള വ്യക്തികളായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ സൊസൈറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മളെ പ്രതിയുള്ള എക്സ്പെക്ടേഷൻ ഉയരുമെന്നുള്ളതാണ്. അത് ബന്ധുക്കളായിക്കോട്ടെ, സുഹൃത്തുക്കളായിക്കോട്ടെ, ഓവറോൾ പബ്ലിക് ആയിക്കോട്ടെ, എന്തു ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ചോസൺ മീൻസ് ടെസ്റ്റഡ് എന്നുള്ളതാണ്. അതായത് തെരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ അതിന്റെ അർത്ഥം ടെസ്റ്റ് ഫേസ് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ടെസ്റ്റ് ഫേസ് കഴിഞ്ഞ് നമ്മളൊരു ഹയർ റെസ്പോൺസിബിൾ പൊസിഷനിലേക്ക് വരുന്ന സമയത്ത്, ഇത് ജോലിയുടെ കാര്യമല്ല പറയുന്നത്, ജീവിതത്തിന്റെ കാര്യമാണ്, കർമ്മത്തിന്റെ കാര്യമാണ്. അപ്ഗ്രേഡ് സംഭവിക്കുകയാണ് നമ്മുടെ കർമ്മത്തില്. അപ്പൊ നമ്മുടെ എക്സ്പെക്ടേഷൻസ് നമ്മളെ പ്രതിയുള്ളത്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് തന്നെ നമ്മളെ പ്രതിയുള്ള എക്സ്പെക്ടേഷൻ വർദ്ധിക്കുകയാണ്. അപ്പൊ ടെസ്റ്റ് കഴിഞ്ഞു എന്ന് കരുതി നമ്മൾ സമാധാനിച്ചിരിക്കുകയല്ല, നമ്മുടെ കർമ്മത്തിനെ പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഐസൊലേഷൻ എന്നുള്ളത് ഈ ടെസ്റ്റ് ഫേസിലും അതിന് മുമ്പായിട്ടും ഒക്കെ ഫീൽ ചെയ്യുന്ന കാര്യമാണ് എന്നുള്ളത്. ബട്ട് ഹിയർ ഓൾസോ നമുക്ക് ചിലപ്പോൾ ഐസൊലേഷൻ ഫീൽ ചെയ്യാനുള്ള സാധ്യത വളരെയധികമാണ്. ഒരേ ആളുകളായിരിക്കും നമ്മുടെ ചുറ്റിനും ഉണ്ടാകുക, ചിലപ്പം ഒരേ സമൂഹത്തിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ഉണ്ടായിരിക്കുക. പക്ഷേ യു വിൽ ഫീൽ ഡിഫറൻറ്റ്. നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്നുള്ളത് തോന്നുകയാണ്. അതേതെങ്കിലും അതീവമായിട്ടുള്ള നർസിസ്റ്റിക് തോട്ടിന്റെ ഭാഗമായിട്ടുള്ള വ്യത്യസ്തതയല്ല. ഐ ആം ഡിഫറൻറ്റ് എന്ന് തോന്നുന്നത് എന്റെ തിരിച്ചറിവാണ്. ഞാൻ യുണീക്കാണ്, ഞാൻ മറ്റുള്ളവരെ പോലെയല്ല. ഏകരൂപവൽക്കരണത്തിനപ്പുറത്തേക്ക് എനിക്കൊരു യുണീക്നെസ് ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയാണ്. ഗ്രോത്ത് ക്രിയേറ്റ്സ് ഡിസ്റ്റൻസ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഒരുപാട് ചെടികൾ വളർന്നു വരുന്ന സമയത്ത്, ഒരു ചെടി മാത്രം വളർന്ന് മാമരമാകുന്ന സമയത്ത് അത് മറ്റു ചെടികളിൽ നിന്ന് ഒരു അകലത്തിലേക്ക് എത്തിച്ചേരുകയാണ്. സോ നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഹയറായി, നമ്മുടെ കൺട്രോൾ ഹയറായി, നമ്മളുടെ പവർ ഹയറായി, നമ്മളുടെ പ്രൊഡക്ടിവിറ്റി ഹയറായി, നമ്മുടെ കർമ്മം അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ ചുറ്റിനുള്ളതായിട്ടുള്ള വ്യക്തികളിൽ നിന്നും, പ്രസ്ഥാനങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ ഈ സൊസൈറ്റിയിൽ നിന്ന് തന്നെ ചിലപ്പോൾ നമ്മൾ ഒരു ഡിസ്റ്റൻസ് നമുക്ക് ഫീൽ ചെയ്യുമെന്നുള്ളതാണ്. ആൻഡ് ദ തേർഡ് വൺ, മൂന്നാമത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, പീപ്പിൾ റിയാക്ട് ഡിഫറൻ്റ്ലി ടു യു എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ റിയാക്ട് ചെയ്യുന്നു. അതിനു മുൻപ് നമുക്ക് ഒരു വിലയും തരാതിരുന്ന ആളുകൾ പതിയെ വില തന്നു തുടങ്ങുന്നു.
ചിലർ റെസ്പെക്ട് ചെയ്യുന്നു, ചിലർ റെസിസ്റ്റൻസ് കൊടുക്കുന്നു. അതായത് യഥാർത്ഥത്തിലുള്ള നിങ്ങളുടെ മൂല്യം തിരിച്ചറിയാനായിട്ട് തുടങ്ങുകയാണ് ആളുകൾ. ആ സമയത്ത് പണ്ട് പുച്ഛിച്ചവർ പോലും നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ പണ്ട് റെസിസ്റ്റൻസ് ചെയ്ത ആളുകൾ, റിജക്ട് ചെയ്ത ആളുകൾ വീണ്ടും നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരിക്കാം. പുതിയതായിട്ടുള്ള റെസിസ്റ്റൻസുകൾ ഉണ്ടാകുന്നുണ്ടായിരിക്കാം. കാരണം നിങ്ങളുടെ പ്രഭ എന്ന് പറയുന്നത്, നിങ്ങളുടെ വൈബ്രേഷൻ, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഓറ എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്ന ആളുകൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകുമെന്നുള്ളതാണ്. അവര് റെസിസ്റ്റൻസ് പ്രകടിപ്പിക്കുമെന്നുള്ളതാണ്. അപ്പൊ യുവർ എനർജി ഡിസ്റ്റർബ്സ് അതേഴ്സ് എന്നുള്ളത് നമ്മുടെ ഒരു നെഗറ്റിവിറ്റിയോ നെഗറ്റീവ് എനർജി കൊണ്ടോ ഉണ്ടാകുന്നതല്ല. പലപ്പോഴും നമുക്ക് അങ്ങനെ തോന്നും, എന്തുകൊണ്ടാണ് ആളുകൾ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത് എന്നുള്ളത്. പക്ഷെ അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഇതാണ്. നമ്മുടെ എനർജി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്നത് അതിന്റെ പോസിറ്റിവിറ്റി, അതിന്റെ പവർ, അതിന്റെ ആ ഒരു പ്രഭ കൊണ്ടാണ് എന്നുള്ളതാണ്. പലർക്കും ഈ പ്രഭ ഒരു ഇറിറ്റേഷൻ ആണ്. ബിക്കോസ് അതവർക്ക് താങ്ങാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നിന്ന് സ്പിരിച്വലി മനസ്സിലാക്കുന്ന ഒരു കാര്യം. അടുത്തതായിട്ട് നമ്മൾ ഈ പറയുന്ന തെരഞ്ഞെടുക്കപ്പെട്ട് കഴിയുന്ന സമയത്തുണ്ടാകുന്ന ഒരു കാര്യമാണ് നമ്മുടെ മിസ്റ്റേക്കുകൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളത്. കാരണം കൂടുതൽ ഉയരങ്ങളിൽ നിന്ന് വീഴുന്ന സമയത്ത് കൂടുതൽ ആഘാതം ഉണ്ടാകും എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ സ്മോൾ എറേഴ്സ്, ചെറുതായിട്ടുള്ള തെറ്റുകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പം അതിന് ബിഗ് ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ അവയർനെസ് കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഓൾറെഡി നമ്മൾ അവയർനെസ് ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പവർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കർമ്മം, നമ്മുടെ റെസ്പോൺസിബിലിറ്റി എല്ലാം വർദ്ധിച്ചിരിക്കുന്ന ഒരു ഹയർ പൊസിഷനിൽ ലൈഫിൽ നമ്മൾ എത്തി നിൽക്കുന്ന സമയത്ത് ഈ മിസ്റ്റേക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണെങ്കിൽ ഇറ്റ് ഈസ് ടു കോസ്റ്റ്ലി എന്നുള്ളതാണ്. അടുത്തായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഉള്ളിൽ നടക്കുന്ന യുദ്ധങ്ങളാണ്. ഡൗട്ട്, ഫിയർ, ഓവർ തിങ്കിങ്, ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികമാണ്. അപ്പൊ നമ്മൾ ടെസ്റ്റ് കഴിഞ്ഞ് ഒരു ചോസൺ പൊസിഷനിലേക്ക്, തെരഞ്ഞെടുക്കപ്പെട്ട പൊസിഷനിലേക്ക് എത്തിയതിനു ശേഷവും അത് ഫുള്ളി പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയല്ല. കാരണം ഈ പ്രഷറുകളൊക്കെ പലപ്പോഴും ബെറ്റർ ഔട്ട്കം ഉണ്ടാക്കാനായിട്ട് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഡൗട്ട് ഉണ്ടാകും, ഫിയർ ഉണ്ടാകും, ഓവർ തിങ്കിങ് ഉണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ്ഗസ്റ്റ് ഫൈറ്റ് ഈസ് ഇൻസൈഡ്. മറ്റുള്ളവരിൽ നിന്നുള്ള ഫൈറ്റിന്റെ ആ ഒരു ലൊക്കേഷൻ മാറി, ആ ഒരു ഗ്രൗണ്ട് മാറി കളിയുടെ, അത് നമ്മുടെ ഉള്ളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊന്നും നമ്മളെ കീഴ്പ്പെടുത്താനായിട്ട് പോകുന്നില്ല. അടുത്തതായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ബിക്കംസ് നോൺ നെഗോഷ്യബിൾ എന്നുള്ളതാണ്. നമ്മുടെ കർമ്മം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെറിയ 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 കാര്യങ്ങൾ, ചെറുതായിട്ടുള്ള പ്രവർത്തികൾ, അത് നമ്മുടെ ഗോളിലേക്ക് എത്തിക്കുന്നു. ഗോളുകൾ സ്റ്റെപ്പുകൾ പോലെയാണ്. ഓരോ ഗോളും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ്. അപ്പൊ ഡിസിപ്ലിൻ ബിക്കംസ് നോൺ നെഗോഷ്യബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ടാലന്റ് മാത്രം പോരാ, സിസ്റ്റം ബിൽഡ്സ് സ്റ്റെബിലിറ്റി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ടാലന്റിനപ്പുറത്തേക്ക് നമ്മൾ ഈ പാറ്റേൺ, ഈ ചെറിയ ചെറിയ ഗോൾസ്, ചെറിയ ചെറിയ കർമ്മങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് പാറ്റേൺ അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോഴാണ് അതൊരു സിസ്റ്റമായിട്ട് ഡെവലപ്പായിട്ട് വരുന്നത്. ആൻഡ് ദാറ്റ് സിസ്റ്റമാണ് ഫൈനലായിട്ടുള്ള ഔട്ട്കം നമുക്ക് കൊണ്ടുതരുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് പ്രത്യേകത എന്ന് പറയുന്നത് യു മസ്റ്റ് സ്റ്റേ ഗ്രൗണ്ടഡ് എന്നുള്ളതാണ്. കാരണം ഈ ഒരു പൊസിഷനിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്ക് സ്പിരിച്വൽ ഈഗോ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, സ്റ്റേ ഹംബിൾ ഓർ ഫാൾ ഫാസ്റ്റ്. അതായത് നമ്മൾ ഈ പൊസിഷൻ എന്ന് പറയുന്നത് ഈസ് നോട്ട് എ പെർമനന്റ് സ്റ്റേറ്റ്. അപ്പൊ നമ്മൾ അവിടെ ഈഗോ നമുക്ക് വീണ്ടും വളരുകയാണ്. വീണ്ടും നമ്മൾ പരീക്ഷ എഴുതി പാസ്സായാലും ഏത് ജോലി മേടിച്ചാലും അതിൽ കറപ്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും നമുക്കത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വീണ്ടും നമ്മൾ താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് ഹംബിൾ. നമ്മൾ വിനയത്തോടു കൂടി, എളിമ എപ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ള. പല ആളുകളും ഉണ്ട്, കുറെ ക്യാഷ് കയ്യിലായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഉയർന്ന ജോലി കിട്ടി, അവരുടെ സ്വഭാവമാകെ മാറി, അവർക്ക് അഹങ്കാരവും മറ്റുള്ളവരൊക്കെ വില കുറച്ച് ചെറുതായിട്ട് കാണുന്ന അവസ്ഥയും ഞാൻ എന്തോ ആണെന്നുള്ള ഭാവമൊക്കെ ഉണ്ടാവും. ഈ കാര്യങ്ങൾ ഉണ്ടാകാനായിട്ട് പാടില്ല സ്പിരിച്വലി നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്. അതുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത് ഒരു ആരംഭം മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിനെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ്, അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു സ്കില്ല് തന്നെയാണ് യഥാർത്ഥ ശക്തി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പ്രപഞ്ചത്തിന്റെ ഈ സന്ദേശം ഞാൻ ഇവിടെ തൽക്കാലത്തേക്ക് തുടരുവാൻ വേണ്ടി നിർത്തുകയാണ്. നമസ്തേ.